ബിനോയ് വിശ്വം നയിക്കുന്ന LDFിന്റെ തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ കഴിഞ്ഞ ദിവസമാണ് ചിറയൻകീഴിലെത്തിയത്. ജാഥയ്ക്ക് LDF പ്രവർത്തകർ വൻ വരവേൽപ്പാണ് നൽകിയത്. സ്വീകരണ സമ്മേളനം LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കറണ്ട് ഉണ്ടെങ്കിലും വെളിച്ചം കാണില്ല, അത്രയധികം ഷോർട്ടേജ് ആയിരുന്നു വൈദ്യുതിക്ക്. ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തി, പവർ കട്ട് ഏർപ്പെടുത്തി. ഇതെല്ലാം കേരളം അനുഭവിച്ചില്ലേ? ആ അനുഭവത്തിലാണോ ഇന്ന് കേരളം നിൽക്കുന്നത്? 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 13 ഇനം സാധനങ്ങൾക്ക് വിലക്കയറ്റമില്ല, വില നിയന്ത്രിച്ചു നിർത്തി. അരി ഉൾപ്പെടെയുള്ള 13 ഇനം സാധനങ്ങൾ വില കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ്, ഈ സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് വില കുറച്ച്, വില നിയന്ത്രിച്ച് നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ കേരളത്തിൽ സ്വീകരിച്ചില്ലേ? വി ശശി MLA അധ്യക്ഷനായിരുന്നു. M സുരാജ്, CS സുജാത തുടങ്ങിയ നേതാക്കളും ജാഥയോടൊപ്പം ഉണ്ടായിരുന്നു. മാസങ്ങളല്ല, ആഴ്ചകളിപ്പോൾ നാം പൊളിപൊത്തുകളിൽ പോകുന്നത്. അതുവരെയും ആ വിജയമുണ്ടാകുന്നതുവരെയും നമുക്ക് ആർക്കും വിശ്രമിക്കാൻ അവകാശമില്ല. ആ ചിന്ത പോലും മാറ്റിവെച്ചുകൊണ്ട് ഓരോ LDF സഖാവും, ഏത് പാർട്ടിയുമാകട്ടെ, ഏതെല്ലാ LDF സഖാക്കളും മറ്റെല്ലാം പറഞ്ഞുകൊണ്ട് LDF വിജയത്തിന് വേണ്ടി ഒരേ മനുഷ്യനെപ്പോലെ ഒറ്റക്കെട്ടായി രംഗത്തുണ്ടാകണം. വിശ്രമത്തെപ്പറ്റി ചിന്ത പിന്നീട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് V ജോയ് MLA, മാങ്കോട് രാധാകൃഷ്ണൻ, R രാമു, ഫിറോസ് ലാൽ, മനോജ് B ഇടമന, D ടൈറ്റസ്, K ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു.